നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആമ്പൂർ ബിരിയാണി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കാശ്മീർ ചില്ലി അല്ലെങ്കിൽ ബാഡ്ഗേ ചില്ലി ഏത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അതേപോലെ സീരക സാമ്പാർ റൈസ് കഴുകിയിട്ട് കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യും എണ്ണയും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. പിന്നെ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ജിഞ്ചർ പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞ് കുതിർത്ത് വെച്ചേക്കുന്ന ചുവന്ന മുളക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും തക്കാളി, മല്ലിയില, പുതിന ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ടില്ല. ചിക്കൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തൈരും നാരങ്ങനീരും ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കണേ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഈ ചിക്കനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. ചൂടുവെള്ളത്തിലേക്ക് അരി ഇട്ട് കൃത്യം 3 മിനിറ്റ് കഴിയുമ്പോൾ അരി വെള്ളം കളഞ്ഞിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്ത് ദമ്മിട്ട് വേവിക്കണം കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ലിങ്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ ടാഗ് ചെയ്തിട്ടുണ്ട്.